സജി മഞ്ഞക്കടമ്പിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് സജി മഞ്ഞക്കടമ്പിൽ ചെയർമാനായുള്ള പുതിയ പാർട്ടിയുടെ പേര്. എൻഡിഎയുടെ ഘടകകക്ഷിയാകുവാനാണ് തീരുമാനം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. എൻഡിഎയുടെ ഘടകകക്ഷിയാകുകയാണ് തീരുമാനമെന്ന് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. കോട്ടയത്ത് നടന്ന യോഗത്തിലാണ് പുതിയ പാർട്ടി രൂപീകരണ യോഗം നടന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും യോഗത്തിലേക്കെത്തി സജിയെ സ്വാഗതം ചെയ്തു. മോൻസ് ജോസഫിന്റെ നിലപാടുകളും അവഗണനയും എന്ന കാരണം മാത്രമാണ് താൻ UDF വിടുന്നതെന്നും സജി ആവർത്തിച്ചു. തന്നെ ബോധപൂർവം മോൻസ് ജോസഫ് തകർക്കാൻ ശ്രമിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ വിജയിപ്പിക്കണമെന്നും സജി മഞ്ഞക്കടമ്പിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടി പ്രഖ്യാപനം നമ്മുടെ ദിനേശ് കർത്താവ് ഇവിടെ നിർവഹിക്കും. ഞാനെങ്കിലും ഇത്തരത്തിലുള്ള പാർട്ടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനുള്ള കാര്യം ഞാൻ പറയുകയാണ്. സുസ്ഥിര കേന്ദ്രവും സമർത്ഥമായ സംസ്ഥാനവും എന്ന KM മാണി സാറിന്റെ ആ മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടിക്ക് തുടക്കം കുറിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇന്ന് 240 രൂപ റബ്ബറിന് വില വർദ്ധിപ്പിക്കുമെന്ന് ഇവിടെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആർജവത്തോടുകൂടി പറഞ്ഞിട്ടുള്ളൂ. അത് കേന്ദ്ര ഗവൺമെന്റുമായി അത് ചേർന്നുകൊണ്ട് അതിനുള്ള തീരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നടപടിയുണ്ടായി. ഇവിടുത്തെ റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് പിന്തുണ കൊടുക്കുവാനാണ് ഞങ്ങളുടെ പാർട്ടി ഇത് രൂപീകരിക്കുന്നത്. അതിനുശേഷം ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിരന്തര ശക്തിയെ നിന്നുകൊണ്ട് വന്യമൃഗ ആക്രമണത്തിൽ കർഷകര് ഇന്ന് ദുരിതമനുഭവിക്കുന്നു. ഡോക്ടർ ദിനേശ് കർത്തയാണ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ. i4 ന്യൂസ്, ഏറ്റുമാനൂർ.